ഹലോ, എല്ലാവർക്കും സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന കഥകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് പോവാം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരു വീഡിയോ വെച്ചിട്ടല്ലേ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഇത് രണ്ടിനെയും സ്പ്ലിറ്റ് ആക്കിയിട്ട് 2 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. ഒരു ദിവസം 2 വീഡിയോ വീതം വരും. അപ്പോൾ ഡ്യൂറേഷൻ കുറയും കേട്ടോ. എപ്പോഴും നമ്മൾ 20 മിനിറ്റ് 30 മിനിറ്റൊക്കെ അല്ലേ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മളൊരു 12-15 മിനിറ്റിനുള്ള ഒരു വീഡിയോ തീർക്കും. അടുത്ത 15 മിനിറ്റിനുള്ളിൽ അടുത്ത വീഡിയോ. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം. ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ, അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. നമ്മുടെ സുധിയുടെ കണ്ണ് ആകെ പോയി കിടക്കുകയാണല്ലോ, ഓപ്പറേഷനും കഴിഞ്ഞു. സുധി ആരെയോ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ സംഭവിച്ചതാണ് ഈ കാര്യമെന്ന് വർഷയോട് ഇവർ പറയുകയാണ്. അപ്പോൾ വർഷ പറയുകയാണ്, ഓ അങ്ങനെ ഉണ്ടായ പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ച് ഇവർ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് സിസ്റ്റർ വന്നിട്ട് പറയുന്നത്, എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ണിന് കാഴ്ച ഉണ്ടാവോ ഇല്ലേന്നുള്ളത് അറിയണമെങ്കിൽ കെട്ടഴിക്കണം. അതിന് മുൻപായിട്ട് അദ്ദേഹത്തെ ചെന്ന് കാണാം, നിങ്ങൾക്ക് സംസാരിക്കാം, പക്ഷേ സ്ട്രെയിൻ ചെയ്യാതിരിക്കാൻ പ്രത്യേകം നോക്കണം എന്ന് പറയുകയാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ചന്ദ്രയും ശ്രുതിയും വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ നമ്മുടെ സുധിയുടെ റൂമിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ആ സമയത്ത് സുധിയാണെങ്കിൽ ആരാ വന്നിരിക്കുന്നേ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. ഇത് കേട്ടതും നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രയും കൂടെ അങ്ങ് കരയാൻ തുടങ്ങുകയാണ്. സുധി, നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട സുധി, എൻ്റെ ജീവൻ തന്നിട്ടാണെങ്കിലും നിനക്ക് പഴയതുപോലെ ഒരു കുറവില്ലാതെ നിനക്ക് കാഴ്ചശക്തി ഞാൻ കൊണ്ടുത്തരും എന്നും പറഞ്ഞുകൊണ്ടാണ് ശ്രുതി കരയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുകയാണ്, ശ്രുതി എനിക്ക് നിന്നൊന്ന് കണ്ടാൽ മതി ശ്രുതി, എൻ്റെ കണ്ണിന് എന്താ ശ്രുതി പറ്റിയത്, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഇനി മുതൽ എനിക്കൊന്നും കാണാൻ പറ്റില്ല ശ്രുതി, വലിയ ബിസിനസ്മാൻ ആവണമെന്നുള്ള എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ വരൂ അമ്മ ഒന്ന് പറയമ്മേ, അമ്മ എന്നെ പണ്ട് കണ്ണേന്ന് പറഞ്ഞ് കൊഞ്ചിക്കൂലേ, ഇപ്പം എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നു അമ്മേ, ഇനി എനിക്ക് കണ്ണുണ്ടാവില്ലല്ലോ, എന്താണ് എൻ്റെ കണ്ണിന് പറ്റിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുക. ഈ സമയത്ത് ശ്രുതി പറയുകയാണ്, എൻ്റെ സുധി, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എൻ്റെ കണ്ണ് തന്നിട്ടാണെങ്കിലും നിൻ്റെ കണ്ണിന് ഒന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല, ഞാനുള്ളപ്പോൾ നീ കരയരുത് സുധി, നീ പേടിക്കരുത് എന്നൊക്കെ പറയാം. ഈ സമയത്ത് സച്ചി പറയാണ്, നിങ്ങളിങ്ങനെ ഇന്ന് കരയരുത്, കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സുധി സ്ട്രെയിൻ ചെയ്യും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. സുധി, നിനക്കൊരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെയില്ലേ, നിൻ്റെ കണ്ണിന് ഒന്നും പറ്റിയിട്ടില്ല, നിൻ്റെ കണ്ണ് പഴയതുപോലെ തന്നെ ആവും, ഈ കെട്ടഴിച്ച് കഴിയുമ്പോൾ നിനക്കെല്ലാം കാണാൻ പറ്റും, നിൻ്റെ കണ്ണിലെ ഒരു ചില്ല് കുത്തി കയറിയതാ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയാണ്. ഇത് കേട്ടതും സുധി ചോദിക്കുകയാണ്, എടാ ചില്ലെൻ്റെ കണ്ണിൽ കുത്തി കയറിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണ് പൊട്ടിപ്പോയിട്ടുണ്ടാവൂലേ, ഇനി ഈ കണ്ണ് വെച്ചിട്ട് എനിക്കൊരു യൂസും ഉണ്ടാവൂല അല്ലേടാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ചന്ദ്ര പറയുക, എൻ്റെ ദൈവങ്ങളെ, എന്തിനാ എൻ്റെ മോനെ ഇങ്ങനെ അധികം പീഡിപ്പിക്കുന്നത്, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്, എൻ്റെ മോന് ഒരു പ്രശ്നം ഉണ്ടാവരുത്, എൻ്റെ ജീവൻ എടുത്തിട്ടാണെങ്കിലും എൻ്റെ കണ്ണെടുത്തിട്ടാണെങ്കിലും എൻ്റെ മകനെ ശരിയാക്കി തരണേന്ന് പറയുക. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് ഒരു ചെറിയ വിഷമമൊക്കെ തോന്നുന്നുണ്ട്. കാരണം തന്നോട് ഒരു തരത്തിലുള്ള അടുപ്പം അമ്മ കാണിക്കാറില്ല, പക്ഷേ തൻ്റെ ചേട്ടനോട് ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് എല്ലാവർക്കും വിഷമം വരികയാണ്. അപ്പോൾ വർഷ പറയുകയാണ്, ഇങ്ങനെ എല്ലാവരും കൂടെ വിഷമിച്ച് അദ്ദേഹത്തെയും കൂടെ വിഷമിപ്പിക്കല്ലേ, പറഞ്ഞല്ലോ സുധിച്ചേട്ടന് സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല എന്ന്, സ്ട്രെയിൻ ചെയ്താൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണെന്ന്, അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ധൈര്യത്തോടു കൂടി ഇരിക്കേണ്ട നിമിഷമാണത്, അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല, എല്ലാം ശരിയായിക്കോളും. അപ്പോൾ നമ്മുടെ രവീന്ദ്രനും പറയാണ്, മോനെ സുധി, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അച്ഛനും നിൻ്റെ കൂടെയുണ്ട്. ശ്രീകാന്തും പറയാണ്, എന്തു വന്നാലും നിന്നെ പഴയതുപോലെ ഞങ്ങൾ തിരിച്ചു കൊടുക്കൂടാ, നീ ധൈര്യമായിട്ടിരിക്കും, പാവ ഏട്ടത്തിയുടെ കണ്ണ് വരെ നിനക്ക് വേണ്ടി തരാനായിട്ട് തയ്യാറായതാണ്, നീ കരയരുത് കേട്ടോ, നിനക്ക് ഒരു പ്രശ്നവും ഇല്ലയെന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ്. അങ്ങനെ സച്ചിയും രേവതിയും പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അതിനുശേഷം രേവതി പറയുകയാണ്, എന്തെങ്കിലും കണ്ണിന് പ്രശ്നം വരുമോ എന്നൊരു ഭയമുണ്ട്, അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടിട്ട് ഒട്ടും മനസ്സിന് സുഖം കിട്ടുന്നില്ല, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വഴിപാട് നടത്തിയാലോ എന്ന് ചോദിക്കുക. അങ്ങനെ സച്ചിയും പറയാം, എങ്കിൽ പിന്നെ നമുക്കും പോവാം, എന്തായാലും അവനൊന്നും പറ്റില്ല, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ഛനും ഭയങ്കരമായിട്ട് കരയാം, നമുക്ക് പോവാമെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് പോലീസ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ
റിസപ്ഷനിൽ അവർ അന്വേഷിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയും കേൾക്കാണ്. അങ്ങനെ സച്ചിയും രേവതിയും പോലീസിൻ്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, സർ, സുധി എൻ്റെ ചേട്ടനാണ്, ഇപ്പോൾ ആക്സിഡൻ്റായിട്ട് കിടക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ, കണ്ണിന് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പോലീസ് പറയുകയാണ്, ദേ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വന്നതാ. അല്ല, നിൻ്റെ ചേട്ടൻ ഇത് ആരുടെ പിന്നാലെ ഓടിയത്? നോക്ക്, ദേ ട്രാഫിക് പോലീസിൻ്റെ തല പൊട്ടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ, കല്ലെടുത്ത് എറിഞ്ഞതാന്ന് പറയാം. ഇത് കേട്ടതും സച്ചി പറയാം, ഓ അതും കൂടെ അവൻ ചെയ്തു. സോറി സാർ, അവനറിയാതെ ചെയ്തു പോയതായിരിക്കുള്ളൂ, അവനെന്തായാലും ബോധം വന്നിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ പോലീസ് അകത്തേക്ക് ചെല്ലുകയാണ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട്. ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ്, ഏതോ ഒരു വണ്ടിക്കാരൻ എൻ്റെ മകൻ്റെ മേത്ത് വണ്ടി കൊണ്ടുവന്ന് ഇടിപ്പിച്ചു, അവനെ പിടിച്ച് അകത്തിടണം സാർ എന്ന് പറയുകയാണ്. ഈ സമയത്ത് പോലീസ് പറയുകയാണ്, ഏതോ ഒരു വണ്ടിക്കാരൻ നിങ്ങളുടെ മകനെ കൊണ്ടുവന്ന് വണ്ടി ഇടിപ്പിക്കുകയല്ല ചെയ്തത്, നിങ്ങളുടെ മകൻ വണ്ടിയുടെ മുന്നിൽ ചാടുകയാണ് ചെയ്തത്. ഇത് കേട്ടതും ചന്ദ്ര, എന്താണ് സുധി ഈ കേൾക്കുന്നത്? ആ അമ്മേ, ഞാൻ ഒരാളെ ഓടിച്ചിടുകയായിരുന്നു. ആരെ? എൻ്റെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് പോയ ഒരാളല്ലേ, വീട് തരാമെന്ന് പറഞ്ഞിട്ട് അയാളുടെ പിന്നാലെ ഞാൻ ഓടിച്ചെന്നതാ. അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓടുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവനെ പിടിക്കണമെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് പറയുകയാണ്. ഈ സമയത്ത് ട്രാഫിക് പോലീസ് പറയുകയാണ്, എൻ്റെ തലയിലപ്പോൾ നീ കല്ലെടുത്തെറിഞ്ഞതോ? സർ, നിങ്ങളും ഇവിടെ നിൽക്കുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല സർ, ക്ഷമിക്കണം. ഞാൻ നിങ്ങളുടെ തലയിൽ കല്ലെടുത്തെറിഞ്ഞതല്ല, അവൻ്റെ വണ്ടിക്ക് കല്ലെടുത്തെറിഞ്ഞതാ. ഞങ്ങൾക്ക് ബംഗ്ലാവ് തരാമെന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തൻ മറ്റൊരാളുടെ ബംഗ്ലാവ് കാണിച്ചുകൊണ്ട് ഞങ്ങളെ പറ്റിച്ച് പൈസ മേടിച്ചായിരുന്നു. അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് പെട്ടെന്ന് എല്ലാം മറന്നു പോയതാന്ന് പറയാം. ഈ സമയത്ത് സച്ചി പറയുകയാണ്, എടാ നീ അവനെ കണ്ടോ? അങ്ങനെ കണ്ടെങ്കിൽ നിനക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിപ്പിച്ചാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ എന്നെ വിളിച്ചൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ കൂട്ടുകാരന്മാരെയൊക്കെ വെച്ച് അവനെ തിരഞ്ഞ് കണ്ടുപിടിക്കില്ലായിരുന്നോ? അതിന് പകരം നീ വണ്ടിയുടെ പിന്നാലെ ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ സുധി എന്ന് ചോദിക്കുക. അപ്പോൾ സുധി പറയുക, ആ സമയത്ത് ഞാനതൊന്നും ഓർത്തില്ല. എന്തായാലും ട്രാഫിക് പോലീസ് ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് താക്കീത് കൊടുക്കുകയാണ്. അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് പോലീസ് അങ്ങനെ പോവുകയാണ്. ഈ സമയത്ത് ഡോക്ടർ വന്നിട്ട് പറയുകയാണ്, നിങ്ങളെല്ലാവരും കൂടി എന്തെങ്കിലും കൂടി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വലിയ സ്ട്രെയിൻ ഒന്നും കൊടുക്കരുതെന്ന്. നിങ്ങൾ ഇത്രയധികം ആൾക്കാർ ഈ ICUയുടെ ഉള്ളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്ട്രെയിൻ കൂടുതലേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലും ഒരാൾ മാത്രം ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയുക, ഞാൻ നിൽക്കാം, ബാക്കിയുള്ളവരോടൊക്കെ പുറത്തോട്ട് പോകാൻ പറയാണ് കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ചെന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് വർഷയും ശ്രീകാന്തും ഭക്ഷണം മേടിക്കാനായിട്ട് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ബില്ല് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. 75,000 രൂപ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിൽ ബില്ല് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചിയുടെ കയ്യിൽ എത്രയും പൈസ എടുക്കാനില്ല. 75,000 രൂപ നമ്മളെങ്ങനെ ഒപ്പിക്കും രേവതി? നീ ആരോടെങ്കിലുമൊക്കെ കടം ചോദിക്കുക, ഞാനും ചോദിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ കടമായിട്ട് പൈസ ഒപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് രവീന്ദ്രൻ്റെ ഒരു തോന്നൽ വരികയാണ്, എന്തോ പൈസയുടെ ഇഷ്യൂ അല്ലേ എന്ന് വിചാരിച്ച് രവീന്ദ്രൻ ചെന്ന് സച്ചിയോട് പറയുകയാണ്, എടാ സച്ചി, നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ലല്ലോ, ഞാൻ കെട്ടിക്കോളാം, എത്ര രൂപയായെന്ന് നീ പറഞ്ഞാൽ മതി എന്ന് പറയാം. ഈ സമയത്ത് സച്ചി പറയുകയാണ്, അച്ഛാ ഇല്ല അച്ഛാ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ കെട്ടിക്കോളാം, അത്ര വലിയ എമൗണ്ടൊന്നും ആയിട്ടില്ല, ഞാൻ തന്നെ കെട്ടിക്കോളാം, അച്ഛൻ സമാധാനമായിട്ടിരിക്കുന്നു പറയുകയാണ്. അങ്ങനെ ഇവരെയൊക്കെ വിളിച്ച് നമ്മുടെ സച്ചിയും രേവതിയും പൈസ അറേഞ്ച് ചെയ്ത് കെട്ടുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ ശ്രുതിനെയും സുധീനെയും കാണിക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ കൂടെ ശ്രുതിയാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ വാരി കൊടുക്കുക. ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ മൊത്തം നെഗറ്റീവാണ്. എന്തിനാ ശ്രുതി എൻ്റെ കണ്ണിന് ഇങ്ങനെയൊക്കെ പറ്റിയത്? എൻ്റെ കണ്ണിന് ഇനി കാഴ്ചയില്ലാതെ ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് ശ്രുതി പറയുകയാണ്, നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട, നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച അത് പഴയതിനേലും ഗംഭീരമായിട്ട് തിരിച്ചു കിട്ടും, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, എനിക്ക് ഒന്നിനെയും ഭയമില്ല, നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച കിട്ടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെ പോകാനും റെഡിയാണ്. എൻ്റെ കണ്ണ് ഒരുപക്ഷെ തന്നിട്ടാണെങ്കിലും നിങ്ങളുടെ കണ്ണിന് ഞാൻ കാഴ്ച തരും. ഡോക്ടർ എന്തൊക്കെയോ ലീഗൽ പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട്, അതായത് മരിച്ചവരുടെ കണ്ണ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ജീവനോട് കൂടിയിരിക്കുന്നവരുടെ കണ്ണെടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ എനിക്കതിനെക്കുറിച്ചിട്ട് ഓർത്തിട്ട് യാതൊരു തരത്തിലുള്ള പേടിയില്ല, ഞാനതിന് തയ്യാറാണ്. എന്തൊക്കെ വന്നാലും എനിക്ക് ജീവനോട് കൂടി ഇരിക്കണമെന്നുമില്ല, നിങ്ങൾ നന്നായിരുന്നാൽ മതി എന്ന് പറയാം. ഈ സമയത്ത് ശ്രുതി പറയുകയാണ്, സത്യമായിട്ടും നിന്നെ പോലൊരു ഭാര്യയെ കിട്ടാനായിട്ട് ഞാൻ പുണ്യം ചെയ്യണം. നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് സന്തോഷം ഉണ്ടാവോ? ഇല്ല, എനിക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല. നിനക്കും പറ്റരുത്, എനിക്കും പറ്റരുത്, എൻ്റെ കൂടെ നീ എപ്പോഴും വേണം, ഇതുപോലെ തന്നെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ശ്രുതിക്ക് ഭക്ഷണമെല്ലാം വാരി കൊടുത്ത് ശ്രുതിനെ ഉറക്കുകയാണ് കേട്ടോ. അതായത് ശ്രുതിനെ സമാധാനത്തിലൊക്കെ പറഞ്ഞ് നയത്തിലാക്കിയിട്ട് ഉറക്കുകയാണ് നമ്മുടെ ശ്രുതി.
അങ്ങനെ രാത്രിയിൽ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ ചന്ദ്ര റെഡിയായിരിക്കുകയാണ്. ചന്ദ്ര എല്ലാവരും വിളിക്കുകയാണ്, വാ നമുക്ക് ശ്രുതിയുടെ അടുത്തേക്ക് പോവാം, ശ്രുതിക്കുമായിട്ടുള്ള ടിഫിൻ കൊടുക്കണം. രേവതി എന്ന് പറഞ്ഞ് രേവതിനെ അന്വേഷിച്ച് കിടക്കുകയാണ്. അപ്പോൾ രേവതിനെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ വർഷയോട് ചോദിക്കുക, രേവതി ചേച്ചി ചിലപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടാവും, ഞാൻ ചേച്ചിനെ ഇന്ന് കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ട ചന്ദ്ര പറയുകയാണ്, ഓ കണ്ടില്ലേ അവളുടെ സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ, ശ്രുതിക്കും ടിഫിൻ എടുത്തിട്ട് പോകണം, അത് കൊടുക്കാനായിട്ടുള്ള മടി കാരണം അവൾ പൂ കെട്ടാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. നിങ്ങളല്ലേ പറയുന്നത് വളരെ ഉത്തരവാദിത്വമുള്ള മരുമകളാണ് അവളെന്ന്, ഇപ്പം മനസ്സിലായോ അവളുടെ ഉത്തരവാദിത്വം എന്തോരം ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവരെക്കുറിച്ച് ഓർക്കാതെ രാവിലെ തന്നെ പൂ കെട്ടാനായിട്ടൊക്കെ അവൾ പോവോ, അവൾക്ക് അവളുടെ കാര്യം മാത്രമാണ് വലുതെന്ന് പറയുകയാണ്. ഇത് കേട്ട രവീന്ദ്രൻ ചന്ദ്രയെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത്. ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തിടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ നമ്മളെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡുമായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ വരാം. അതുവരെ ടാറ്റാ.